രാജ്യം 72ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ പെൺ സ്വാതന്ത്ര്യത്തിന്റെ ഈ വേദി ഇവിടെ ഉണരുകയാണ്. ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. പെൺ കലാകാരികളുടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ അതിഥി. മറ്റാരുമല്ല, മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്, ഒരു നിറപുഞ്ചിരിയോടുകൂടി നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്പെഷ്യൽ സ്ഥാനമുള്ള ഒരു അഭിനേത്രിയാണ്. എന്നും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു നായികയാണ്. വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ പ്രിയ നായിക ചിപ്പി രഞ്ജിത്ത്. വെൽക്കം ടു ദി ഷോ. Happy Republic Day. Thank you, same to you. Thank you. റിപ്പബ്ലിക് ഡേ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ പെൺ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വേദിയാണ്. സോ നമ്മുടെ ഈ ഷോവിനെ കുറിച്ചിട്ട് എന്താ ചേച്ചി പറയാനുള്ളത്? ഷോവിനെ കുറിച്ചിട്ട് ഞാൻ ആക്ച്വലി ഇതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് ന്യൂ ടാലൻസിന് ഒരു സ്പേസ് കൊടുക്കുന്നു. അതാണ് കാരണം നമ്മൾ ആദ്യമായിട്ട് അവരുടെ ചെറിയ ഇതിൽ ചെയ്ത് അവർ കുറച്ചൊന്ന് ഇത് ലൈക്ക് അവർക്കൊരു സ്പേസ് എന്ന് പറയുന്നത് കിട്ടാൻ എളുപ്പമല്ല. ഇപ്പോൾ ചെറിയ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് അതൊരു വലിയ കാര്യമാണ് പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അതായത് ചിപ്പി ചേച്ചിയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരിക്കലും ഒരു ചിപ്പി എവിടെ പോയി, ചിപ്പിയെ കണ്ടിട്ട് അങ്ങനെ ഒരു നടി അങ്ങനെ ഒരു തോന്നലേ വരാത്ത രീതിയിൽ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഒരു കരിയർ കൊണ്ടുപോകുന്നത് അല്ലേ? സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും ഫാമിലി ആണെങ്കിൽ പോലും ഇടയിൽ നമ്മളെ സീരിയലുകളിലൂടെ വരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യാറില്ല. ലൈക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്. അല്ലാതെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ദിവസം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വന്നിട്ടില്ല. ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു നല്ലൊരു പ്രോജക്റ്റ് വരും, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നും, അപ്പോൾ ചെയ്യും. അതെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ അതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഈ ചിപ്പി എന്ന് പറയുന്ന ഒരു അഭിനേത്രി എവിടേക്കോ അവരുടെ വീട്ടിലെ ഒരു അതിഥിയാണ് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തതിനെക്കാട്ടിലും ഇപ്പം നമ്മൾ സീരിയൽസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലൊരാളെന്നുള്ളൊരു ഇതിലാണ് നോക്കുന്നത് നമ്മളെ കാണുമ്പോഴും ഒക്കെ. മറ്റേത് ഈ ബിഗ് സ്ക്രീനും ഒരു സ്മോൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ സ്മോൾ സ്ക്രീൻ അവർ ഫാമിലി ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. മറ്റേത് കുറച്ചും കൂടെ ഒരു സ്റ്റാർഡം. നമുക്ക് അതായത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ ഒരു ചിപ്പി, അതായത് എന്താ ചിപ്പി എന്ന് പറയുന്നത് കടലിനടിയിലൊക്കെ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആ ഒരു മുത്തിനെ, ചിപ്പിക്കുള്ളിലെ മുത്തിനെ നമ്മുടെ ഡയറക്ടറായ ഭരതൻ സാർ അദ്ദേഹമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു ജേർണി? ലളിത ആന്റിയാണ് എന്നെ. ലളിത ആന്റി ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു. ലൈക്ക് എന്നെ ഡയറക്റ്റ് ആന്റിക്ക് അറിയില്ല, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ആന്റി ഇങ്ങനെ അങ്കിളുടെ പടത്തിലേക്ക് ആ സമയത്ത് ഒരു ടീനേജറിനെ നോക്കുന്നു എന്ന് പറയുമ്പോൾ അവരിങ്ങനെ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടി നമ്മളോടൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും ഫിലിം പറയില്ലേ, ഞങ്ങളുടെ കുട്ടിയുണ്ട് അവളെ എടുക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വെറുതെ പറഞ്ഞപ്പോ ആ സമയത്ത് എന്റെ ആ ഏജ് ഗ്രൂപ്പ് ആയിരുന്നു അങ്കിള് തിരക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആന്റിക്ക് ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആന്റി എന്റെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു. നിങ്ങൾ അങ്ങനെ ഇതിനു വേണ്ടി ഫോട്ടോ എടുത്ത് കൊടുക്കുക? ശരിക്കും പറഞ്ഞ ആന്റി വിളിക്കുമ്പോ ഞങ്ങള് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം, എന്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ലളിതയാണ്, KPSC ലളിതയാണ്, ഇങ്ങനെ മോളുടെ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞപ്പോ ആകെ ഷോക്ക്ഡായി. അപ്പൊ എന്താണ് ഒന്നും പിടിയിട്ടില്ല. പിന്നെയാണ് ഇങ്ങനെ അറിഞ്ഞത്, ഇങ്ങനെ ഇവര് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്കയുടെ സിനിമയാണ്, അതൊന്നും ആദ്യം അറിഞ്ഞില്ല. ഇപ്പൊ അങ്കിളിന് ഒരു പടത്തിന് മൂവിക്ക് വേണ്ടിയിട്ടാണ് ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കലും നമുക്കൊന്നും കിട്ടില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ആന്റി പറഞ്ഞുകൊണ്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അങ്കിളിനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് വിളിക്കുക. അങ്കിളിനെ നേരിട്ട് കണ്ടപ്പോൾ അങ്കിള് ഷൂട്ടിങ്ങിന്റെ ഡേറ്റാ പറഞ്ഞത്. ശരിക്കും എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് മെന്റലി ചേച്ചി ഇങ്ങനെ ചെയ്തോ? ഒന്നും ഇല്ലായിരുന്നു. എന്താ പറയാ, ആകെ ഒരു അന്താളിപ്പ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് പോയത്. പകച്ചുപോയി. അതെ, അതുപോലെയാണ് ചെന്നത്. എന്തായാലും ഈ ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ചിപ്പി ചേച്ചി. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ കുറച്ച് എപ്പിസോഡ്സിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ആര്യ ദേവിയാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് സ്പെഷ്യൽ ആക്കാൻ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ഒരാളെ അടുത്ത് കിട്ടുമ്പോൾ കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. ചേച്ചിക്കില്ലേ? ഓൾറെഡി റെഡിയാക്കി വെച്ചോളൂ. നമുക്ക് എന്തായാലും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആര്യ ദേവി മാം.
അപ്പോൾ ഹാപ്പി റിപ്പബ്ലിക് ഡേ ആദ്യം തന്നെ. സെയിം ടു യു. താങ്ക് യു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പോലീസ് ഓഫീസറിന് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ആൻഡ് മാമിനെ കാണുമ്പോൾ ഭയങ്കര കൂളായിട്ടുള്ള തോന്നുന്നു അങ്ങനെ ഒരു ഓഫീസറാണെന്ന്. സോ എങ്ങനെയാണ് ഒരു റിപ്പബ്ലിക് ഡേ ഇപ്പോഴത്തെ അല്ല, അതായത് ഈ ജോലിയിൽ കയറുന്നതിന് മുൻപത്തെ ഉള്ള മാമിന് പണ്ട് മുതൽ അങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ NCC അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണോ? ഞാൻ ബേസിക്കലി അങ്ങനെ ഒരു ഈ സ്പോർട്സ് ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളായിരുന്നു. മീൻസ് കലാകാരിയായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ദിവസം ഈ ഫ്ലാഗ് റൈസിങ്ങിന് എന്തെങ്കിലും പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, അല്ലാതെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ട. ചേച്ചി എപ്പോഴെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ട്രാഫിക് വയലേഷൻ അങ്ങനെ പിടിക്കണോ? വെറുതെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര എല്ലാ റൂൾസ് ഒക്കെ കറക്റ്റ് ആളാണ്. ഓ അത് ശരി. എനിക്ക് 1-2 പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പാർക്ക് ചെയ്ത് നോ പാർക്കിങ്ങിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. എന്നെയും പിടിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. ഇപ്പത്തെ എന്താ പോലീസ് ഏത് ഡിപ്പാർട്ട്മെന്റാ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പോലീസ് ഓർക്കസ്ട്രയിലെ സിംഗറാണ്. ഓർക്കസ്ട്രയുടെ സിംഗർ. ശരിക്കും എന്താണ് ഈ പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ജനമൈത്രി ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ഈ പോലീസ് ഓർക്കസ്ട്ര വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇത് എങ്ങനെയാണ് നമ്മൾ പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ശരിക്കുള്ള ഒരു എക്സാമ്പിളാണ് പോലീസ് ഈ ജനമൈത്രി പറയുന്നത്. ഇപ്പൊ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അത് ആപ്ലിക്കബിൾ ആയിട്ട്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് പരവൂർ സ്റ്റേഷനിലാണ് കൂടുതലും ജനമൈത്രിയിൽ വർക്ക് ചെയ്തത്. ഇപ്പോൾ വർക്ക് ചെയ്യണത് അതിൻ്റെ കീഴിലാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷൻ ലോക്കൽ സ്റ്റേഷനുമായിട്ടോ നമ്മൾ കോമൺ പബ്ലിക്കുമായിട്ടോ ഒരു ബന്ധമില്ലാതെ മ്യൂസിക്കലി ഓറിയൻറ്റഡ് ആയിട്ട് വേറൊരു സെപ്പറേറ്റ് ഒരു ശാഖയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പുറത്ത് ഫ്ലാറ്റുകളിലും ഒക്കെ പോയിട്ട് ആൾക്കാർക്ക് ഭയങ്കര മോണോട്ടണസ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിഫോമിൽ തന്നെ പോയിട്ട് പെർഫോം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാക്കിക്കുള്ളിലെ കലാകാരി എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ സാഹിത്യങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ കറന്റ്ലി ഉള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാണോ ഈ ഓർക്കസ്ട്ര അല്ലാതെ? ഇപ്പൊ ശരിക്കും ഈ ജനമൈത്രി ഡയറക്ടറേറ്റ് എന്നാണ് ഞങ്ങൾ ഓഫീസിൽ കീഴിലാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഓൾ കേരള ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ COVID-19 പ്രശ്നം വന്നപ്പോഴത്തേക്ക് അതിനെ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇതിന് മുമ്പ് ഒരു 2 വർഷമായിട്ട് പോലീസിന്റെ അവയർനെസ് ഡ്രാമ ടീമിൽ ഓൾ കേരളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേറ്റ് അവയർനെസ് ഡ്രാമ ടീമിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചാട്ടം ഈ ഓർക്കസ്ട്രയിലേക്ക് ചാടി. ഇപ്പോ എന്താ പറയാ, എന്തെങ്കിലും പാട്ടോ കവിതയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? കവിത ചൊല്ലിയാലോ? ഇഷ്ടാണ്. കവിത ചൊല്ലാം. പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി, തപ്തനഗരം സാക്ഷി, അശ്രുസാഗരം സാക്ഷി. പറയാം ദുഃഖം നിറഞ്ഞൊഴുകും സീതായനം, പറയാം മുടങ്ങിയ പുത്രകാമേഷ്ടി സത്യം. ശത്രുവാൽ വലം കണ്ണും മിത്രത്താലിടം കണ്ണും ചൂഴ്ന്നു പോയുരൻ ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ, ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ. എങ്ങാനും ഒരു കുഞ്ഞിൻ പാദനിസ്വനം കേട്ടാൽ താലോലിച്ചണയ്ക്കുവാൻ നിന്നെ ഞാൻ കാതോർക്കയായി. കൈവളക്കിലുക്കത്തിൽ ഉൾക്കണ്ണു നിന്നെ കണ്ടു, ചേരിലെ ചെന്താമരപ്പൂമുട്ടിൽ നിന്നെ തൊട്ടു. തോലികത്തുമ്പത്തെന്നും നീയാണെൻ ജീവാക്ഷരം, എൻ വീണവി തുമ്പുമ്പോൾ നിൻ മൗനം ആർദ്രസ്വരം.
ശത്രുവാണച്ഛൻ പക്ഷേ നിന്നെ ഈ ഹൃദയത്തിൽ താലോലിച്ചുറക്കാതെ ഉറങ്ങിയിലൊരു രാവും. ദുഷ്ടനാണച്ഛൻ പക്ഷേ നിൻ മുഖശ്രീയിൽ മുങ്ങി മിഴികൾ തുളുമ്പാതെ ഉണർന്നില്ലൊരു നാളും. നിനക്കു നൽകാം കുഞ്ഞേ വിശുദ്ധ ദിഗംബരം, നെറ്റിയിൽ തൊടാം രക്തസിന്ദൂരം. സ്വപ്നം വ്യഥ നിന്നെയൊന്നോർമ്മിക്കാതെ ഉണ്ടിട്ടില്ലെന്നേ വരെ അച്ഛൻ്റെ ശിഷ്ടായുസ്സും നിനക്കായി വർഷിക്കാം ഞാൻ. നൽകുകൻ മകളെ നിന്റെ യാതനാ വിഷപാത്രം, പോവുകൻ കുഞ്ഞേ എന്നെ ഇവിടെ ത്യജിക്കുക. പാഥേയം ബലിച്ചോറായി മണ്ണിതിൽ വർഷിക്കുക. ദണ്ഡസാക്ഷിയാം കണ്ണീർ കടലിൽ കുളിക്കുക. പാപിയാടച്ഛൻ പക്ഷേ പിൻവിളി വിളിക്കില്ല. കാണുവാൻ വയ്യൻ മുത്തേ നിന്റെ ഈ ദുഃഖജ്വാല, നിന്റെ ഈ ദുഃഖജ്വാല. ചേച്ചി ശരിക്കും ഒരു ഇമോഷണൽ ആയി പോയി അല്ലേ? ചിപ്പി ചേച്ചി അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ ഇപ്പൊ ഒരു ആ ഒരു ഫീൽ ഇത്ര വർഷത്തിന് ശേഷം കേട്ടതുകൊണ്ടാണോ? സത്യം അത് എന്താ വെച്ചാല് നമ്മൾ പോകുന്ന പല ഫങ്ഷൻസിനും ഇതുപോലെ ഗസ്റ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ അവരവിടെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ കവിത ചൊല്ലുന്നത്. ഞാനും ഒരു കുഞ്ഞിൻ പാദനിസ്വനം കേട്ടാൽ താലോലിച്ചണയ്ക്കുവാൻ നിന്നെ ഞാൻ കാതോർക്കയായി. കൈവളക്കിലും രണ്ടുപേരും ഇമോഷണലി അങ്ങ് ഇതായിപ്പോയി. ആൻഡ് നന്നായിട്ട്, അതായത് നമ്മൾ അതേ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് മാം പാടിയതും. ശരിക്കും അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഇതിന്റെ ഒരു മീനിങ് ഓഫ് ഡെപ്തോ ഒന്നും അറിയില്ലായിരുന്നു. കാണുമ്പോഴറിയില്ല. പക്ഷെ ഇപ്പൊ അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഭയങ്കര ഫീലാ. അപ്പൊ എന്തായാലും ഈ റിപ്പബ്ലിക് ഡേ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ സന്തോഷവും സങ്കടവും അതുപോലെ ഓർമ്മകളുമായിട്ട് ഐശ്വര്യമായിട്ട് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? ഏത് പാട്ടാ നമുക്ക് വേണ്ടി ആദ്യം പാടാൻ പോകുന്നത്? ഇപ്പം പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ പാടാം. ഓക്കെ, അപ്പൊ ആ പാട്ടിലൂടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ റെഡി? ഓക്കെ, റെഡി. ശരി മാം, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീരദശ്യാമള നീലദഹസുരം ചാരു സരോവരമായി. നീരദശ്യാമള നീലദഹസുരം ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ത്യ
സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വന്നച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. ജീവന്റെ ജീവനിൽ അപ്പൊ എന്താ ഇപ്പൊ ആര്യ മാം എന്നൊക്കെ പറയുന്നേക്കാളും കൂടുതൽ എനിക്ക് ആര്യ ചേച്ചി നല്ല ചക്കരയായിട്ട് പാടി എന്നൊക്കെ പറയാൻ തോന്നുന്നു. അത്ര ഒരു ക്യൂട്ട് വോയിസ് ആയിരുന്നു. അസലായി ഞങ്ങൾക്ക് വേണ്ടി പാടി ഈ പാട്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ചേച്ചി വരൂ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മൾക്ക് വേണ്ടി പാടി തന്നു. റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ഡേ സ്പെഷ്യലിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിരുന്നു, ഒരു പെർഫോമർ ആയിരുന്നു. എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് ഹാപ്പിയായി ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ മാമിന് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആര്യ ചേച്ചിക്ക് ഞങ്ങൾ ഒരു സമ്മാനം തരുന്നുണ്ട്. അതും ചിപ്പി ചേച്ചിയുടെ കയ്യിൽ. വെരി ഗുഡ്. ഓക്കെ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. യെസ്. ആൻഡ് നമ്മുടെ സ്വയംവര സിൽക്സ് നൽകുന്ന 2 ഗിഫ്റ്റ് വൗച്ചറും കൂടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും ഇഷ്ടപ്പെടുന്നത്. അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ആർമി ഓഫീസേഴ്സിനും പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ടാറ്റാ, ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഉയരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പ്രോഗ്രാം ചെയ്യില്ലേ, ഞങ്ങൾ ഭയങ്കര അടിയാണ്. തൃശ്ശൂരത്തെ ഗഡികളാണ് ഇവര്. ഭയങ്കര അടിയാണ്. ജയറാം സാർ ഞാൻ ഇങ്ങനെ ഒരു പുഴല്ല മറ്റേ പുഴ പുഴയാ? പുഴ റിവർ പുഴ 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 റാ. ഈ അച്ഛൻ ശരിക്കും പറഞ്ഞ മോളോടുള്ള സ്നേഹ കൂടുതലായിരുന്നു, ഭയങ്കര പാരയായിരുന്നല്ലേ? അച്ഛൻ വെച്ചാ എന്നോട് സ്നേഹം കൂടുതലാ, പക്ഷെ എന്റെ പ്രൊഫഷനുക്ക് ഏറ്റവും വലിയ പാറ പാറ.